ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് ഞാൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളൊക്കെ ലൈവ് ചെയ്യുന്ന ആളുകളാണ്, അതായത് യൂട്യൂബിൽ വാച്ച് അവർ കൂടാനായിട്ട് നമ്മൾ ലൈവ് ചെയ്യാറുണ്ട്, അല്ലാതെയും ലൈവ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു യൂട്യൂബിൽ വോയിസ് ലൈവും അതേപോലെ ടൈപ്പിംഗ് ലൈവും എങ്ങനെ ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇന്ന് യൂട്യൂബിൽ എങ്ങനെ ലൈവ് ഇടാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ യൂട്യൂബിൻ്റെ ഹോം പേജ് ഓപ്പൺ ആക്കി കൊടുക്കുക. ഹോം പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന് നേരെ താഴെ വശത്തായിട്ട് നമുക്കൊരു പ്ലസ് ചിഹ്നം കാണാം. ആ ഒരു പ്ലസ് ചിഹ്നത്തിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ക്രിയേറ്റ് ഷോട്ട്, അപ്ലോഡ് എ വീഡിയോ, ഗോ ലൈവ് എന്നുള്ളത് കാണാം. അതിൽ ഗോ ലൈവ് എന്നതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ലൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇതിലെ മുകളിലെ ഭാഗത്ത് ഒന്ന് സ്ട്രീമിങ്, രണ്ടാമത്തെ ആ ഒരു മൊബൈലിൻ്റെ ചിഹ്നമുള്ളത് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റിലെ ഓപ്ഷൻ അവിടെ നമുക്ക് ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ളതാണ്, അതായത് ലൈവ് ചെയ്യുമ്പോൾ ഒരു ക്യാപ്ഷൻ. അപ്പോൾ ഞാൻ അവിടെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈവ് എന്ന് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാപ്ഷൻ കൊടുക്കാറുണ്ട്. മറ്റുള്ളവർ കാണുമ്പോൾ അതാണ് ക്യാപ്ഷൻ നോക്കിയിട്ടാണ് മറ്റുള്ളവർ വരിക. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈവ് എന്നാണ് ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നത്. ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്, ഗെയിം ടൈറ്റിൽ എന്നൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നോട്ട് സെലക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്, അതുപോലെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുണ്ടാവും. അതിൽ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നെക്സ്റ്റ് എന്ന് അടിച്ച് കൊടുക്കുക. അങ്ങനെ ഇതൊന്ന് ലോഡാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്ട്രീം സെറ്റ് ഫോർ എന്നുണ്ട്. അപ്പോൾ സ്ട്രീമിംഗ് ചെയ്യുന്നവർക്ക് അവിടെ ടൈം കൊടുത്തിട്ട് സ്ട്രീമിംഗ് ചെയ്യാം. പിന്നെ ഇതാ ഹായ് ഫ്രണ്ട്സ് എന്ന് കാണിച്ചിട്ട് ഒരു പിക്ക് കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് ഈ ലൈവ് ചെയ്യുമ്പോൾ ഒരു തംബ്നെയിൽ നമുക്ക് സെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കാണിക്കുന്ന 3 ഓപ്ഷനിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള അപ്ലോഡ് തംബ്നെയിൽ എന്നുള്ളത് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പിക്ചർ വെച്ച് കൊടുത്തിട്ട് തംബ്നെയിൽ സെറ്റാക്കുക. അപ്പോൾ ഞാനിതൊരു വീഡിയോയുടെ തംബ്നെയിലാണ്. അപ്പോൾ അത് അന്നിട്ട വീഡിയോ ആയതുകൊണ്ട് അന്നിടുന്ന ലൈവിന് ആ ഒരു തംബ്നെയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് തംബ്നെയിൽ വേണമെങ്കിലും നമ്മുടെ ലൈവിനായിട്ട് സെറ്റാക്കാം. എന്നിട്ട് മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലോഡിങ് തംബ്നെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു റേഞ്ചിനനുസരിച്ച് നമുക്ക് നമ്മുടെ തംബ്നെയിൽ സെറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ആക്കാം. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് സെറ്റായി കിട്ടും. നമ്മൾ ഫേസ് കാണിച്ചിട്ടുള്ള ലൈവ് ആയാലും അതുപോലെ തന്നെ ടൈപ്പിംഗ് മാത്രമായിട്ടുള്ള ലൈവ് ആയാലും അല്ലെങ്കിൽ വോയിസും ടൈപ്പിംഗ് കൂടെ ഉള്ള ലൈവ് ആയാലും ഏത് ലൈവ് ആയാലും ഇതേ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കാണിക്കുന്നത് ടൈപ്പിങ്ങും അതോടൊപ്പം തന്നെ വോയിസ് ലൈവും എങ്ങനെ ചെയ്യാമെന്നതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ തംബ്നെയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ബ്ലൂ കളറിൽ കാണുന്ന താഴെ വശത്തുള്ള നെക്സ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലൊരു പേജ് ഓപ്പൺ ആക്കി അതൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ഗോട്ട് ഇറ്റ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അതിൽ സ്റ്റാർട്ട് നൗ എന്ന് കാണിക്കും, അതും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വോയിസ് ലൈവ് ആയതുകൊണ്ട് ഫേസ് ലൈവ് അല്ലാത്തത് കൊണ്ടും ആ ഒരു റൗണ്ടിൽ പോയിട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ലോഗോ വരും. അതിനുശേഷം മുകളിൽ ഗോ ലൈവിൻ്റെ അവിടെ വീഡിയോൻ്റെ ചിഹ്നവും മൈക്കിൻ്റെ ചിഹ്നവും അതുപോലെ തന്നെ മെസ്സേജിൻ്റെ ചിഹ്നമൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം ഓഫാവും. എന്നിട്ട് ഈ സമയം വരെ നമ്മൾ ലൈവിൽ ഓൺ ആയിട്ടില്ല. ഇനി അതിൽ ഗോ ലൈവ് എന്ന ഓപ്ഷൻ ഓൺ ആക്കുമ്പോൾ നമുക്ക് ലൈവ് ഓൺ ആവും. അതായത് നമ്മുടെ സ്ക്രീനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ലൈവിലും കാണും. സ്ക്രീൻ റെക്കോർഡായിട്ട് മാറും. അപ്പോൾ ഇതാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യുവർ സ്ട്രീം ഹാസ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ ലൈവ് ഓൺ ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബിൽ പോയിട്ട്, അതായത് ഹോം പേജിൽ പോയിട്ട് യൂട്യൂബ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഓണാക്കി വരുമ്പോൾ അതിൽ നമ്മുടെ യുവർ ചാനൽ എന്ന് എടുക്കുക.
നമ്മൾ നമ്മുടെ ചാനൽ എടുക്കുന്ന പോലെ ലോഗോയിൽ പോയിട്ട് അതിൽ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ടെയിൽസ് ഓഫ് നെജു എന്ന ചാനലിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇതിൽ നമ്മുടെ ലൈവ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ലൈവ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീഡിയോസ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ അതിൽ മുകളിൽ കാണുന്നുണ്ടല്ലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈവ്, അതായത് നമ്മൾ നേരത്തെ കൊടുത്ത ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ലൈവ് ഓൺ ആയിട്ടുണ്ട്. അതിൽ പോയിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ലൈവിലോട്ട് കയറും. എന്നിട്ട് നമ്മുടെ ടാഗാണത്, അതായത് നമ്മുടെ ലോഗോ. ആ ലോഗോ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ബ്ലൂ കളറിൽ കാണുന്നത് എൻ്റെ ലോഗോ ആണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത്, നമ്മൾ അടിയിലിതാ ചാറ്റ് പബ്ലിസിറ്റി ഓഫ് ടെയിൽസ് ഓഫ് നെജു എന്നുള്ളത് അവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈവിലേക്ക് വരുന്നവരേക്ക് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഹായ് വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ബാക്കിലോട്ട് പോയിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈവിൽ എത്ര ആളുണ്ട് എന്നൊക്കെ കാണാനായിട്ട് നമ്മുടെ ബ്ലൂ ഒന്ന് ഓണാക്കി തൊട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ മുകളിൽ കാണിക്കും. അവിടെ ഒരു ചിഹ്നം, കോൺടാക്റ്റ് ചിഹ്നം, ലൈക്ക് ചിഹ്നമൊക്കെ കാണുന്നുണ്ടാവും. നമുക്ക് കിട്ടുന്ന ലൈക്കൊക്കെ കാണും. പിന്നെ നമുക്ക് വീഡിയോ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ക്രോസ് ചിഹ്നം തൊട്ടിട്ട് മാറ്റി കൊടുക്കുക. മൈക്ക് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈക്ക് ഓൺ ആവും. അതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോയിസും ടൈപ്പിങ്ങും ഒരേ സമയം ഓൺ ആക്കിയെടുക്കാം. അതായത് ടൈപ്പിംഗ് മാത്രം മതിയെങ്കിൽ നമ്മൾ മൈക്കിൻ്റെ ചിഹ്നം തൊട്ട് കൊടുത്തിട്ട് അതിലൊരു ക്രോസ് ആയിട്ടുള്ളത് വരെ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈവ് സ്റ്റോപ്പ് ആക്കുന്ന സമയത്ത് മുകളിൽ കാണുന്ന ക്രോസ് ബട്ടൺ ഞെക്കി കൊടുത്തിട്ട് ഓക്കെ അടിച്ച് കൊടുത്താൽ ലൈവ് സ്റ്റോപ്പ്. അപ്പോൾ ഇന്നത്തെ ലൈവ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി, അതുപോലെ തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, താങ്ക് യു.